Hey guys, in this video we are gonna discuss chapter 1st of chemistry. അടുത്ത ടോപ്പിക്സ് ആയിട്ടുള്ള സിൽവർ ക്ലോറൈഡ് ഇലക്ട്രോഡും കണ്ടക്ടിവിറ്റിനെ കുറിച്ചുമാണ്. So moving on to our video, first topic is silver chloride electrode. ഇതിൽ ഈ സിൽവർ ക്ലോറൈഡ് ഇലക്ട്രോഡും എന്ന് പറയുന്നത് കാലമൽ ഇലക്ട്രോഡും ഗ്ലാസ് ഇലക്ട്രോഡും പോലെ തന്നെ ഒരു റെഫറൻസ് ഇലക്ട്രോഡാണ്. മറ്റൊരു അൺനോൺ ആയിട്ടുള്ള ഇലക്ട്രോണിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോഡാണ് സിൽവർ ക്ലോറൈഡ് ഇലക്ട്രോഡ്. കൺസ്ട്രക്ഷൻ ഇറ്റ്സ് വെരി ഈസി. ഒരു EgCl സിൽവർ ക്ലോറൈഡിൽ കോട്ട് ചെയ്തിട്ടുള്ള silver wire is coated with AgCl and it is immersed in KCl solution. Silver wire AgCl വെച്ച് കോട്ട് ചെയ്യുന്നു, എന്നിട്ട് അതിനെ KCl സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെക്കുന്നു. അതാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. റെപ്രസെൻറ്റേഷൻ AgCl KCl ആണ്. ഇലക്ട്രോഡ് റിയാക്ഷൻ ഇസ് ഗിവൻ. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0.22 ആണ്. ഇറ്റ് ക്യാൻ ആക്ട് ആസ് ബോത്ത് ആനോഡ് ആൻഡ് കാഥോഡ് ലൈക്ക് അതർ കാലമൽ ഇലക്ട്രോഡ് ആൻഡ് ഗ്ലാസ് ഇലക്ട്രോഡ്. ആനോഡായിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ദി അൺനോൺ ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ സിൽവർ ക്ലോറൈഡ് ഇലക്ട്രോണിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ അത് അവിടെ റിഡക്ഷൻ നടക്കും, അത് കാഥോഡായിട്ട് ആക്ട് ചെയ്യും. ഇവിടെ ഓക്സിഡേഷൻ നടക്കും ആൻഡ് ഇറ്റ് വിൽ ആക്ട് ആസ് ആനോഡ്. ഓൺ ദ അതർ ഹാൻഡ് സിൽവർ ക്ലോറൈഡ് ഇലക്ട്രോണിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ മറ്റുള്ള അൺനോൺ ഇലക്ട്രോണിനെക്കാട്ടിലും കുറവാണെങ്കിൽ കൂടുതലാണെങ്കിൽ ഇവിടെ റിഡക്ഷൻ നടക്കും ആൻഡ് കാഥോഡായിട്ട് ആക്ട് ചെയ്യും. ഓൺ ദ അതർ ഹാൻഡ് the other unknown electrode will act as anode. So അടുത്ത ടോപ്പിക് ആണ് കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് ടു അലൗ ഇലക്ട്രിക് കറന്റ് ടു പാസ് ത്രൂ ഇറ്റ് ഇസ് നോൺ ആസ് കണ്ടക്ടിവിറ്റി. ഇലക്ട്രിക് കറന്റ് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രിക് കറന്റ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ചാർജ് കാരിയേഴ്സും ഡ്രൈവിംഗ് ഫോഴ്സസും വേണം. ഈ ചാർജ് കാരിയേഴ്സ് either it can be electrons or ions. ഇലക്ട്രിക് കറണ്ട് ഡ്രൈവിംഗ് ഫോഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബാറ്ററി അല്ലെങ്കിൽ സ്യൂട്ടബിൾ സോഴ്സ്, ഇലക്ട്രിക്കൽ എനർജിയുടെ സ്യൂട്ടബിൾ സോഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് ടു അലൗ ഇലക്ട്രിക് കറന്റ് ടു പാസ് ത്രൂ ദം. If the substances which allow electric current to pass through them are called conductors, and those substances which does not allow electric current to pass through them are called insulators. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ കണ്ടക്ടേഴ്സ് രണ്ട് രീതിയിലുണ്ട്. ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ് ഉണ്ട്, ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ് ഉണ്ട്. ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആയിരിക്കും. എക്സാമ്പിൾസ് മെറ്റൽസ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് അയോൺസ് ആയിരിക്കും, പോസിറ്റീവ് നെഗറ്റീവ് അയോൺസ് ആയിരിക്കും. എക്സാമ്പിൾസ് ആണ് സോൾട്ട് സൊല്യൂഷൻ ഇൻ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻസ്, ആസിഡ്സ്, മോൾട്ടൺ സോൾട്ട്സ് എക്സെട്ര. And conductivity of electrolytic conductors is very low when compared with metals. Like conductivity in electrolytic conductors is lower than that of electronic conductors. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോലിറ്റിക് കണ്ടക്ടേഴ്സിൽ നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ് കുറവാണ് പെർ യൂണിറ്റ് വോളിയം. ദെൻ ലെസർ ദ നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ് പെർ യൂണിറ്റ് വോളിയം ആൻഡ് ലോവർ മൊബിലിറ്റി ഓഫ് ദി അയോൺസ് വെൻ കമ്പയർഡ് വിത്ത് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിൻ്റെ മൊബിലിറ്റിയാണ് അയോൺസിനെ വെച്ച് നോക്കുമ്പോൾ ഫാസ്റ്റർ. അതും ഈ അയോൺസ് നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ്, ഈ അയോൺസ് ഇലക്ട്രോൺസിൻ്റെ നമ്പറാണ് കൂടുതൽ, അയോൺസിൻ്റെ നമ്പർ കുറവാണ്. ഈ രണ്ട് റീസൺസ് കൊണ്ടാണ് കണ്ടക്ടിവിറ്റി ഇൻ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ് ഇസ് ലെസർ ദാൻ ദാറ്റ് ഓഫ് ദി electronic conductors. And flow of DC current through electrolytes causes decomposition of electrolytes, whereas flow of AC current has no such effects. അടുത്ത ഈ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസും ഇലക്ട്രിക്കൽ കണ്ടക്ടൻസും നമുക്ക് അറിയാവുന്ന രണ്ട് ടേംസ് ആണ്. ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് പറഞ്ഞാൽ obstruction to the flow of current, measures the obstruction to the flow of current. And the resistance of a conductor is directly proportional to the length and inversely proportional to the area of cross section. ഒരു ഇലക്ട്രിക് കറണ്ട് പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന തടസ്സത്തെ നമ്മൾ പറയുന്നതാണ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്. ഇന്ന് ഇലക്ട്രിക്കൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന R വെച്ചാണ്. ആൻഡ് R is directly proportional to length by area. So R equals to a constant of proportionality യൂസ് ചെയ്യുന്നു. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓർ റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ. ആൻഡ് R equals to rho L by A ആണ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിന് ഇക്വേഷൻ. യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസിന് യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. സോ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഓം സെൻറ്റിമീറ്റർ ആണ്. ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ് എന്ന് പറയുന്നത്
കണ്ടക്ടൻസ് ഇസ് ഈക്വൽ ടു 1 ബൈ ആർ ആണ്. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ബൈ സി ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എളുപ്പം എന്നാണ് മെഷർ ഓഫ് ദി ഈസ് ടു വിച്ച് ദി കറണ്ട് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഓർ സൊല്യൂഷൻ. എത്ര പെട്ടെന്നാണ് അല്ലെങ്കിൽ എത്ര ഈസിലി ആണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, അതിൻ്റെ മെഷറിനെയാണ് നമ്മൾ കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. സോ റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ കണ്ടക്ടൻസ് കുറവായിരിക്കും. റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ കണ്ടക്ടൻസ് എളുപ്പമായിരിക്കും. കാരണം ഒബ്സ്ട്രക്ഷൻ ഇല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ടിന് പെട്ടെന്ന് ഫ്ലോ ചെയ്യാം. ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ ഇലക്ട്രിക് കറണ്ടിന് പതുക്കെ ഫ്ലോ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ സി ഈക്വൽസ് ടു 1 ബൈ ആർ ആൻഡ് യൂണിറ്റ് ഓഫ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത് ഓം ഇൻവേഴ്സ് ഓർ മോ ഓർ സീമെൻസ്. സ്പെസിഫിക് കണ്ടക്ടൻസ് ഓർ കണ്ടക്ടിവിറ്റി കാപ്പ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. The reciprocal of specific resistance is called specific conductance or conductivity. കണ്ടക്ടൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണെങ്കിൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് സ്പെസിഫിക് റെസിസ്റ്റൻസിന്റെ അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ ആണ്. കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ന് പറയുന്നത് എൻ്റെ ഡെഫിനേഷൻ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ കണ്ടക്ടൻസ് ഓഫ് 1 cm cube of a conductor or solution held between two electrodes of 1 cm square area placed on opposite faces of a cube of edge length 1 cm. And kappa is equal to 1 by rho ആണ്. C equals to K kappa A by L ആണ്. kappa is equal to CL by A. Conductivity into L by A ആണ്. ഈ L by A നെ നമ്മളൊരു കോൺസ്റ്റന്റ് ആണ്. And it is known as cell constant. So നമുക്ക് എഴുതാം conductivity equals to conductance into cell constant എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സെൽ കോൺസ്റ്റന്റ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു കണ്ടക്ടിങ് സെല്ലിന്റെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇലക്ട്രോഡ്സും ഏരിയ ഓഫ് ദി ഇലക്ട്രോഡ്സും ഫിക്സ്ഡ് ആണ്. അതുകൊണ്ട് നമുക്ക് അതിന്റെ റേഷ്യോ ലെങ്ത് ബൈ ഏരിയ എന്ന് പറയുന്നതിന്റെ റേഷ്യോ കോൺസ്റ്റന്റ് ആയിരിക്കും. ആൻഡ് ദാറ്റ് കോൺസ്റ്റന്റ് ഇസ് നോൺ ആസ് സെൽ കോൺസ്റ്റന്റ്. യൂണിറ്റ് ഓഫ് സെൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് സെന്റിമീറ്റർ ഇൻവേഴ്സ് ഓർ മീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും. കണ്ടക്ടിവിറ്റി സെൽ എന്ന് പറയുമ്പോൾ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനായിട്ട് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കണ്ടക്ടിവിറ്റി സെൽ. കണ്ടക്ടിവിറ്റി സെല്ല് 2 ഇലക്ട്രോഡ് പ്ലേറ്റ്സ് ഉണ്ട്. കോട്ടഡ് വിത്ത് ഫൈൻലി ഡിവൈഡഡ് പ്ലാറ്റിനം ബ്ലാക്ക്. പ്ലാറ്റിനം ബ്ലാക്ക് വെച്ച് കോട്ട് ചെയ്തേക്കുന്ന 2 ഇലക്ട്രോഡ് പ്ലേറ്റ്. പ്ലാറ്റിനം ബ്ലാക്ക് യൂസ് ചെയ്യുന്നത് ടു മിനിമൈസ് പോളറൈസേഷൻ എഫക്റ്റ്. പോളറൈസേഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്ട്സ്, ആ പ്രൊഡക്ട്സ് ഈ ഇലക്ട്രോഡിൻ്റെ സർഫസിൽ പോയി അക്കുമുലേറ്റ് ചെയ്യും. അങ്ങനെ അക്കുമുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി അവിടുത്തെ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഫ്ലോ വളരെയധികം കുറയും. അങ്ങനെ ഇലക്ട്രിക് കറണ്ടിന്റെ ഫ്ലോ കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് ടു മിനിമൈസ് ദ പോളറൈസേഷൻ എഫക്റ്റ്, അതാണ് ഇലക്ട്രിക് കറണ്ടിന്റെ ഫ്ലോ കുറയും, അതാണ് പോളറൈസേഷൻ. ആ എഫക്റ്റിനെ കുറയ്ക്കാനായിട്ടാണ് പ്ലാറ്റിനം ബ്ലാക്ക് യൂസ് ചെയ്യുന്നത്. These two electrodes are welded to platinum wires. Platinum വയേഴ്സിലേക്ക് ഇവ ഈ കണ്ടക്ടിങ് വയേഴ്സ് വെൽഡ് ചെയ്ത് വെച്ചേക്കുവാണ്. ആൻഡ് ഇൻ ടു ഗ്ലാസ് ട്യൂബ്സ്, 2 ഗ്ലാസ് ട്യൂബിലാണ് ഇത് വെൽഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ആൻഡ് ഈസ് 2 ഇലക്ട്രോഡ് തമ്മിലൊരു ഫിക്സഡ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ് റിമെയിൻസ് അൺആൾട്ടേർഡ്. അങ്ങനെയാണ് കണ്ടക്ടിവിറ്റി സെല്ല് പ്ലേസ് ചെയ്തേക്കുന്നത്, കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. ലെങ്തും ഏരിയയും വെച്ച് നമുക്ക് സെൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ അറിയാം. സെൽ കോൺസ്റ്റന്റ് ഇസ് ഈക്വൽ ടു L by A എന്നറിയാം. പക്ഷേ ഈ ആക്ച്വൽ ഏരിയയും അല്ലെങ്കിൽ ആക്ച്വൽ ലെങ്തും സ്മോൾ സെല്ലിൻ്റെയൊക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. സോ അത് ഭയങ്കര പ്രിസൈസ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും. സോ നമ്മൾ സെൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡെഫിനേഷനാണ് കണ്ടക്ടിവിറ്റി ബൈ കണ്ടക്ടൻസ്. ഇവിടെ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് ഒരു കണ്ടക്ടിവിറ്റി അറിയാവുന്ന ഒരു സൊല്യൂഷൻ എടുക്കുക. എക്സാമ്പിളിന് ഇവിടെ 0.1 മോളാർ KCl എടുത്തേക്കുന്നത്. നോൺ കണ്ടക്ടിവിറ്റി ഉള്ളൊരു സൊല്യൂഷൻ എടുക്കുന്നു. ഇവിടെ 0.1 മോളാർ KClന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് 0.0128 സീമെൻസ് സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. ആൻഡ് നമ്മൾ ആ 0.1 മോളാർ KClനെ കണ്ടക്ടിവിറ്റി സെല്ലിലേക്ക് കൊടുക്കുന്നു. എന്നിട്ട് അവിടുന്ന് കണ്ടക്ടൻസ് മെഷർ ചെയ്യുന്നു. അപ്പം നമുക്ക് കണ്ടക്ടൻസ് കിട്ടി, കണ്ടക്ടിവിറ്റി അറിയാം. സെൽ കോൺസ്റ്റന്റ് ഇസ് ഈക്വൽ ടു കണ്ടക്ടിവിറ്റി ബൈ കണ്ടക്ടൻസ് വെച്ച് നമുക്ക് സെൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്താണ് മെഷർമെന്റ് ഓഫ് കണ്ടക്ടിവിറ്റി യൂസിങ് ഡിജിറ്റൽ കണ്ടക്ടിവിറ്റി മീറ്റർ. നമ്മൾ ആദ്യം ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കണ്ടക്ടിവിറ്റി സെൽ എടുക്കുന്നു. ആ കണ്ടക്ടിവിറ്റി സെല്ല് നമ്മൾ ഡിജിറ്റൽ കണ്ടക്ടിവിറ്റി മീറ്ററുമായിട്ട് കണക്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ കണ്ടക്ടിവിറ്റി സെല്ല് നമുക്ക് ഏത് സൊല്യൂഷൻ്റെ കണ്ടക്ടൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, ആ സൊല്യൂഷനിലേക്ക് ഡിപ്പ് ചെയ്യുന്നു. അത് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഫുള്ളി ഇമേഴ്സ്ഡ് ആയിരിക്കണം. ഈ സെല്ലെന്ന് പറയുന്നത് ആ സൊല്യൂഷനിൽ മുഴുവനായി മുങ്ങിക്കിടക്കണം.
ആൻഡ് നമ്മൾ ആ കണ്ടക്ടിവിറ്റി സെല്ലിൽ നമുക്ക് കണ്ടക്ടൻസ് കിട്ടുന്നു, ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുന്നു. കണ്ടക്ടിവിറ്റി ഈസ് ഇക്വൽ ടു കണ്ടക്ടൻസ് ഇൻറ്റു സെൽ കോൺസ്റ്റന്റ്. മുന്നേ പറഞ്ഞ ഇക്വേഷൻ വെച്ചോ അല്ലെങ്കിൽ ലെങ്ത് ബൈ ഏരിയ വെച്ചിട്ടോ സെൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കും. ആൻഡ് കണ്ടക്ടിവിറ്റി ഈസ് ഇക്വൽ ടു കണ്ടക്ടൻസ് ഇൻറ്റു സെൽ കോൺസ്റ്റന്റ്. അങ്ങനെയാണ് ഡിജിറ്റൽ കണ്ടക്ടിവിറ്റി മീറ്റർ വെച്ച് നമ്മൾ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യുന്നത്.